പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം. ഞാനിവിടെ ഒരു ചെറുകഥയാണ് പറയാൻ പോകുന്നത്. സൺഡേ സ്കൂളിലുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ വേണ്ടിയുള്ളൊരു കഥയാണ്. ഈ കഥയുടെ പേര് അനുസരണം എന്നാണ്. നാം ദൈവത്തോട് അടുത്ത് ചെല്ലുമ്പോൾ നാം ഏറ്റവും അനുസരണമുള്ളവരായിരിക്കണം എന്നാണ് ഈ കഥയുടെ ഒരു സാരം. അബ്രഹാമിനെ ദൈവം വിളിച്ച് വേർതിരിച്ച് കൊണ്ടുവന്നപ്പോഴും അബ്രഹാമിനോടും ദൈവം ഒരു കാര്യം ആവശ്യപ്പെട്ടിരുന്നു. നീ എൻ്റെ മുൻപിൽ നിഷ്കളങ്കനായി നടക്കുക. അവിടെയും ഒരു അനുസരണമാണ്. അപ്പോൾ നിഷ്കളങ്കതയുള്ളവർക്ക് അവർ അനുസരിക്കുന്നവരാണല്ലോ. എന്നാൽ ഞാനിവിടെ പറയാൻ പോകുന്ന ഒരു പക്ഷിയുടെ കഥയാണ്. ഒരു കാട്ടിൽ ഒരു മരത്തിൻ്റെ മേൽ ഒരു പക്ഷിക്കൂടുണ്ട്. ആ കൂട്ടിൽ അമ്മയും ഒരു പക്ഷിയുണ്ട്. അവർ ഒരു 3 മുട്ട അവരുടെ അരികിലുണ്ട്. ആ മുട്ട വിരിയുന്നത് കാത്തിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ ഇങ്ങനെ കാത്തിരുന്നപ്പോൾ ആ 3 മുട്ടയും വിരിഞ്ഞു. 3 നല്ല പക്ഷിക്കുഞ്ഞുങ്ങൾ. ഏറ്റവും അത്ഭുതമെന്ന് പറയേണ്ടത് ആ പക്ഷിക്കുഞ്ഞുങ്ങൾ അവരുടെ ചിറക് സ്വർണ്ണ നിറത്തിലുള്ള ചിറകുകളായിരുന്നു. അമ്മയ്ക്ക് ഒത്തിരി സന്തോഷവുമായി, ഒപ്പം ഭയവുമുണ്ട്. ഈ കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തും, ഇവരെങ്ങനെ പുറത്തൊക്കെ കടന്നു പോകുമ്പോൾ ഇവരാരെങ്കിലും ഉപദ്രവിക്കുമോ എന്നുള്ള ഒരു ചിന്തയുമുണ്ട്. അങ്ങനെ പക്ഷിക്കുഞ്ഞുങ്ങൾക്ക് കുറച്ച് ദിവസം അവർക്ക് ഭക്ഷണം കൊടുക്കണ്ടേ. അങ്ങനെ അമ്മ രാവിലെ ഭക്ഷണത്തിനായിട്ട് കടന്നു. അപ്പോൾ ഒരു ചിറകുകളൊന്നും അധികം വലുതായിട്ടില്ല, അവർക്ക് പറക്കാനൊന്നും കഴിയില്ല. അമ്മ രാവിലെ ഭക്ഷണത്തിനായിട്ട് കടന്നു പോകുമ്പോൾ മക്കളോട് 3 പേരോടും പറയും, നിങ്ങൾ പുറത്തേക്കൊന്നും നോക്കരുത്, കൂടിന് പിന്നെ നിങ്ങളിവിടെ തന്നെ ഇരിക്കണം, അമ്മ വേഗം ഭക്ഷണം കൊണ്ട് വരാം എന്നൊക്കെ പറയും. അങ്ങനെ ഈ 3 കുഞ്ഞുങ്ങളും ഈ കൂടിനകത്തിരിക്കും. അങ്ങനെ അതിലൊരു കുഞ്ഞിത്തിരി കുസൃതിയുള്ളതാണ്. അവൾക്ക് ആ കുഞ്ഞിനെ പുറത്തൊക്കെ ഒന്ന് നോക്കണം. പുറത്തേക്കൊക്കെ അങ്ങനെ പുറത്ത് നോക്കിയപ്പോൾ ഈ മരത്തിലൊരു താഴെ ഒരു പാമ്പുണ്ട്. ഈ പാമ്പ് ഈ കുട്ടിയെ കണ്ടു, ഈ പക്ഷിക്കുഞ്ഞിനെ കണ്ടു. അങ്ങനെ ഒരു ദിവസം കണ്ടു, 2 ദിവസം കണ്ടു, 3ാമത്തെ പിന്നെ ഒരു ദിവസം ഈ കുഞ്ഞിനോട് ചോദിച്ചു, നിങ്ങളുടെ അമ്മ എവിടെ പോയിരിക്കുക? അപ്പോൾ അമ്മ ഭക്ഷണം എടുക്കാൻ പോയിരിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങളുടെ അമ്മയ്ക്ക് നിങ്ങളോട് ഒട്ടും സ്നേഹമില്ല. നിങ്ങളുടെ അമ്മ പുറത്ത് പോയിട്ട് നല്ല നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് വരും, നിങ്ങൾക്ക് ഉള്ളത് കുറച്ച് ഇങ്ങോട്ട് കൊണ്ടുവരും. നിങ്ങളുടെ അമ്മയെ കണ്ടു, നിങ്ങളുടെ അമ്മയെ കാണാൻ ഇത്തിരി സുന്ദരിയാണ്, എത്രയും പിന്നെ പറക്കാൻ കഴിയും അമ്മയ്ക്ക്. അമ്മ എത്രയും വലുപ്പമുണ്ട്, പിന്നെ അമ്മയ്ക്ക് എന്തും ചെയ്യാൻ കഴിയും, എവിടെ വേണമെങ്കിലും പറന്ന് പോവാമെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങളുടെ അമ്മയ്ക്ക് നിങ്ങളോട് ഒട്ടും സ്നേഹമില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ഈ കുറച്ച് ഭക്ഷണം കൊണ്ട് തന്ന് ഈ കൂട്ടിലിരുത്തുന്നതെന്ന്. അപ്പോൾ മറ്റുള്ള കുഞ്ഞുങ്ങളൊക്കെ മറ്റുള്ളവരും കേട്ടു. അപ്പോൾ അവർ പറഞ്ഞു ഇവളോട്, നീ ആ പാമ്പിനോടൊന്നും സംസാരിക്കരുത്, അങ്ങനെയൊന്നുമല്ല, നമ്മുടെ അമ്മ നല്ലതാണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഈ കുട്ടിക്ക് മനസ്സിലൊരിത്, ചിലപ്പോൾ ഈ പാമ്പ് പറയുന്നത് ശരിയാവും, കാരണം അമ്മേനെ കാണാൻ നല്ല വലുതാണ്, പറന്നു പോകാം, എപ്പോൾ വേണമെങ്കിലും പറന്നു പോകാം, അമ്മയ്ക്ക് ഞങ്ങൾക്കാണെങ്കിൽ അതിനൊന്നും പറ്റില്ല, പിന്നെ അമ്മ കൊണ്ട് തരുന്നത് മാത്രം കഴിച്ച് ഈ കൂട്ടിലിരിക്കണം. അപ്പോൾ അത് ഒരു മനസ്സിലൊരു ഇതായി. അപ്പോൾ പിന്നെയും പിറ്റേ ദിവസവും അമ്മ പോയപ്പോൾ അപ്പോൾ അമ്മയോട് മറ്റു 2 പേരും പറഞ്ഞു, അമ്മ ഇങ്ങനെ ഒരു കാര്യമുണ്ടെന്ന്. അപ്പോൾ അമ്മ പറഞ്ഞു, സാരമില്ല, മക്കൾ വളരെ സൂക്ഷിച്ചിരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം അമ്മ പോയി ഈ പക്ഷിക്കുഞ്ഞ് നോക്കി. അപ്പോൾ ഈ പാമ്പ് പറഞ്ഞു, ഞാൻ നിനക്കൊരു പഴം തരാം, നീ എനിക്ക് ആ പഴത്തിന് പകരം നിൻ്റെ ചിറകിൽ നിന്നൊരു ചിറക് എനിക്ക് വേണം. പക്ഷിക്കുഞ്ഞ് സമ്മതിച്ചു, ഒരു ചിറകല്ല എന്നാലും ബാക്കിയുണ്ടല്ലോ എന്ന് കരുതി. അങ്ങനെ എന്നും ദിവസവും ഈ പക്ഷിക്കുഞ്ഞ് ഈ ഓരോ ചിറക് കൊടുക്കും, പഴം വാങ്ങിക്കും, കഴിക്കും. അതൊക്കെ അമ്മ വരുമ്പോൾ മക്കൾ പറഞ്ഞു കൊടുക്കും. അപ്പോൾ അമ്മയ്ക്കാണെങ്കിൽ ഒത്തിരി പ്രയാസമായി, ഇത് എന്തോ വളരെ ആപത്തിലേക്കാണെന്നുള്ളത് അമ്മയ്ക്ക് മനസ്സിലായി. അപ്പം അമ്മ വിചാരിച്ചു മനസ്സിൽ, ഇനി ഇവിടെ നിന്ന് നമുക്ക് മാറി താമസിക്കണം, അതിന് വേറൊരു മരം കണ്ടെത്തണം, അവിടെ ഒരു കൂട് വയ്ക്കണം, അതിനൊക്കെ ഒത്തിരി സമയം പിടിക്കും. അങ്ങനെ അമ്മ രാവിലെ വേഗം പോയി പിന്നെ മരം കണ്ടുപിടിച്ച് അതിൽ പിന്നെ കൂട്ടാനുള്ള ഒരു ഏർപ്പാടുകളൊക്കെ മമ്മി തന്നെ ചെയ്യണം. അത് മമ്മി ഓരോന്ന് ചുള്ളിക്കമ്പൊക്കെ കൊണ്ടുവന്ന് അവിടെ ഒരു കൂടൊക്കെ വെച്ചു. അങ്ങനെ എന്നും വരും. അങ്ങനെ ഒരു ദിവസം അവൻ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പക്ഷികളുടെ
ചിറകുകളൊക്കെ വലുതായി അവർക്ക് പറക്കാം എന്നുള്ള നിലയിലായപ്പോൾ അമ്മ പറഞ്ഞു, ഞാൻ വേറൊരു വീട് വെച്ചിട്ടുണ്ട്, നമുക്കവിടെ പോകാം എന്ന് പറഞ്ഞ് നമുക്ക് ഈ കൂട്ടിൽ നിന്ന് നമുക്ക് വേറെ കൂട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ 3 പേർക്ക് സന്തോഷമായിട്ട് 3 പേരും സന്തോഷിച്ച് ശരി വേറെ കൂട്ടിൽ പോകാമല്ലോ, പിന്നെ പറക്കാനും കഴിയുമല്ലോ. അങ്ങനെ പറഞ്ഞിട്ട് അമ്മ പറഞ്ഞു, നിങ്ങൾ എൻ്റെ കൂടെ വായോ, നമുക്ക് പറന്ന് പോവാം. അങ്ങനെ അമ്മ പറക്കുന്നതിനോടൊപ്പം മറ്റ് 3 പേരും പറക്കാൻ ശ്രമിച്ചു. പക്ഷെ 2 പേരും അമ്മയോടൊപ്പം പറക്കാൻ കഴിഞ്ഞു. പക്ഷേ ഈ മൂന്നാമത്തെ പക്ഷിക്ക് പറക്കാൻ കഴിഞ്ഞില്ല. കാരണം ആ പക്ഷിയുടെ ശരീരത്തിൽ ചിറകുകളൊന്നുമില്ലായിരുന്നു, വെറുമൊരു മാംസം മാത്രമായിരുന്നു. പക്ഷി പറക്കാൻ ശ്രമിച്ചെങ്കിലും പറക്കാൻ പറ്റിയില്ല. പറക്കാൻ പറ്റാതെ പക്ഷി താഴെ വീണപ്പോൾ ഈ 2-3 പേരും പറന്ന് അങ്ങനെ പോയി. ഈ താഴെ വീണ പക്ഷിയെ പിന്നെ നമുക്ക് അറിയാലോ, അവിടെ ആ പാമ്പുണ്ടായിരുന്നു, പാമ്പെടുത്ത് ആ പക്ഷിയെ ഭക്ഷിച്ചു. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്, അവിടെയാണ് അനുസരണം. നമ്മൾ ആരെയൊക്കെ അനുസരിക്കണം? മാതാപിതാക്കളെ അനുസരിക്കണം, അധ്യാപകരെ അനുസരിക്കണം, അതിലും ഏറ്റവും ഉപരിയായി നമ്മൾ ആരെ അനുസരിക്കണം? ദൈവത്തെ അനുസരിക്കണം. അപ്പോൾ ഈ അനുസരണം ഇല്ലാത്തത് കൊണ്ടാണ് ഈ പക്ഷിക്കുഞ്ഞിനിങ്ങനെ സംഭവിച്ചത്. അതുപോലെ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാതിരിക്കാൻ വേണ്ടി മാതാപിതാക്കൾ എന്തെങ്കിലുമൊക്കെ പറയും, അത് ചെയ്യല്ലേ, അവിടെ പോകല്ലേ, അവിടെ ഇരിക്കരുത്, അവിടെ ഒന്നും ചെയ്യല്ലേ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അത് വളരെ വിഷമമായി തോന്നും. 1-ാം സങ്കീർത്തനക്കാരൻ തന്നെ പറയുന്നത് ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ, പാപികളുടെ വഴിയിൽ നിൽക്കാതെ, അങ്ങനെ 5-6 വാക്യങ്ങൾ പറഞ്ഞ് നമുക്ക് തരുന്നുണ്ട്. അതൊന്നും ചെയ്യാതെ ഇരിക്കുന്ന മനുഷ്യർ ഭാഗ്യവാന്മാരെ, പാപി. അപ്പോൾ അവരാണ് അനുസരണമുള്ളവർ. നമ്മുടെ ശലോമോനും പറയുന്നത് തന്നെ, മാതാപിതാക്കളെ അനുസരിക്കണം, നിങ്ങൾക്ക് ദീർഘായുസ്സ് ഉണ്ടാകുവാനും ഒക്കെ നിങ്ങൾ മാതാപിതാക്കളെ അനുസരിക്കണം. അപ്പോൾ ഈ ഒരു അനുസരണം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമാണ്. ഒരു ചെറിയൊരു പാട്ടും കൂടി പാടി നിങ്ങൾക്ക് തരാം. പാട്ട് ഹിന്ദിയിലാണ്, അതുകൊണ്ട് छोटी छोटी जीवन गाड़ी घास नहीं बनती है, छोटी छोटी जीवन गाड़ी घास नहीं बनती है, दूर दूर हो जाती है, दूर दूर हो जाती है, कैसा अद्भुत गाड़ी है, कैसा अद्भुत गाड़ी है, छोटी छोटी जीवन गाड़ी घास नहीं बनती है, छोटी छोटी जीवन गाड़ी घास नहीं बनती है, दूर दूर हो जाती है, दूर दूर हो जाती है, कैसा अद्भुत गाड़ी है, कैसा अद्भुत गाड़ी है, इंजन ड्राइवर नहीं है, इंजन ड्राइवर नहीं है, पर्दों पाव से चलती है, पर्दों पाव से चलती है, छोटी छोटी जीवन गाड़ी हाथ से नहीं बनती है, छोटी छोटी जीवन गाड़ी हाथ से नहीं बनती है.